morning to all. Welcome to our accountancy class. In the previous class, we discussed about the format of journal and what are the different aspects of a transaction. In this class, we are going to discuss about a problem relating to how to journalize a transaction. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ജേണലൈസ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജേണൽ വരയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പെർട്ടിക്കുലേഴ്സിന്റെ കോളം ഒത്തിരി വലിയ കോളായിരിക്കണം. ദെൻ അതിൽ നമുക്ക് ട്രാൻസാക്ഷൻ എഴുതാനുള്ളത് അനലൈസ് ആൻഡ് റെക്കോർഡ് ദ ജേണൽ എൻട്രീസ് relating to the transaction in the books of Ajay. താഴെ എഴുതുക. 2004 August 1st Ajay started business with cash rupees 25,000. Second, August 2nd bought furniture for rupees 2,100. Then fourth, ഈ തന്നിട്ടുള്ളതെല്ലാം ഡേറ്റുകളാണ്. For purchased goods from Anand Traders rupees 850. Next 7th cash sales rupees 3,500. Next 14th sold goods on credit to Manohar rupees 2,500. Next 17th paid for office stationery rupees 25. Next 19th Manohar remitted rupees 1,000 on account. Next 21st interest on investment received rupees 150. 25th paid rent to landlord rupees 550. 29th Ajay has withdrawn cash rupees 500 for his personal use. 30th paid salary to manager for the month of August rupees 1,000. Question എന്താ പറഞ്ഞിട്ടുള്ളത്? Analyze and record the journal entries relating to the transaction in the books of journal. In the books of Ajay. അജയുടെ ബുക്സിൽ തന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ പറഞ്ഞില്ല, അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അനലൈസ് ചെയ്യുക മീൻസ് എന്താണ്? അത് ഏത് ഡെബിറ്റ് ഏത് ക്രെഡിറ്റ് എന്നുള്ളത് കാണിക്കുക. അതായത് സ്റ്റാർട്ടഡ് ബിസിനസ് അവിടെ വരുന്ന രണ്ട് ആസ്പെക്റ്റുകൾ ക്യാഷും ക്യാപിറ്റലുമാണ് അല്ലേ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അതാണ് ഫസ്റ്റത്തെ. ദെൻ സെക്കൻഡ് ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ് 2,100. ഇവിടെ വരുന്ന രണ്ട് ട്രാൻസാക്ഷൻസ്, ഫസ്റ്റ് വൺ ഫർണിച്ചറും സെക്കൻഡ് വൺ ക്യാഷും. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. ദെൻ ഫോർത്ത് വൺ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്. ആനന്ദ് ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് അക്കൗണ്ട് ഇല്ല, അതിന് പകരം നമ്മൾ എന്ത് കാണിക്കും? പർച്ചേസ്. ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അതേസമയം ഗുഡ്സ് കടത്തിനാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഓൺ ക്രെഡിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആനന്ദ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സും ഇൻക്രീസ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ ആനന്ദ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ ക്യാഷ് സെയിൽസ്. ക്യാഷിന് ഗുഡ്സ് വിറ്റു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതേസമയം സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാഷ് ഡെബിറ്റ്, സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിൽസ് ക്രെഡിറ്റ്. ദെൻ നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു മനോഹർ. മനോഹറിന് ഗുഡ്സ് കടത്തിന് വിറ്റു. ഗുഡ്സ് കടത്തിന് വിൽക്കുമ്പോൾ ബിസിനസ്സിനൊരു ഡെപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ഒരാൾ, അയാളെ നമ്മൾ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ഏതിലാണ് വരിക? ഡെപ്റ്റേഴ്സ് അസറ്റാണ്. അപ്പോൾ മനോഹർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യും. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, അതേസമയം മനോഹർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് മനോഹറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പെയ്ഡ് ഫോർ ഓഫീസ് സ്റ്റേഷനറി. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്.
എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതേസമയം എന്താണ് നമ്മൾ സ്റ്റേഷനറി വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? ക്യാഷ് ആണല്ലേ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, മനോഹർ റെമിറ്റഡ് ക്യാഷ് ഓൺ അക്കൗണ്ട്. മനോഹർ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആളാണ്. അയാൾ ബിസിനസ്സിന് ഒരു 1000 റുപ്പീസിൻ്റെ ക്യാഷ് ആയിട്ട് തന്നു. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അതേസമയം മനോഹർ എന്ന് പറയുന്ന ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. മനോഹർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ മനോഹറിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ആയിട്ട് ബിസിനസ്സിലേക്ക് എന്താണ് കിട്ടുന്നത്? ക്യാഷ് ആണ് കിട്ടുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ്. റെൻറ്റ് കൊടുക്കുമ്പോൾ റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. പേയ്മെൻ്റ് ഒക്കെ എക്സ്പെൻസ് ആണ്. റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം. ദെൻ എന്താണ് നമ്മൾ റെൻ്റായിട്ട് കൊടുക്കുന്നത്? ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൊടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് റെഡ്യൂസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതേസമയം ബിസിനസ്സിന് എന്താ ഉണ്ടാവുക? ഡ്രോയിങ്സ്. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസിന് നമ്മൾ പറയുന്ന ടേമാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, പെയ്ഡ് സാലറി. സാലറി പെയ്ഡ്. സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സാലറി ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി. ജേണൽ എൻട്രി എഴുതുന്നത് നോക്കാം. ജേണലിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും അത് വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജേണലിൻ്റെ ഫോർമാറ്റിൽ ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം പർട്ടിക്കുലർ, തേർഡ് കോളം എല്ലാം, ഫോർത്ത് കോളം ഡെബിറ്റ്, ഫിഫ്ത്ത് കോളം ക്രെഡിറ്റ്. ഇനി ഡേറ്റിന്റെ ചെറിയ കോളം മതി. പർട്ടിക്കുലേഴ്സിന്റെ കോളം വലിയ കോളം ആയിരിക്കണം. അതിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതാറുള്ളത്. പിന്നെ എമൗണ്ടിന്റെ 2 ഈക്വൽ കോളംസ് ആയിട്ട് വരയ്ക്കുക. ഒരു എല്ലാത്തിന്റെ കോളം എല്ലാത്തിനും നമുക്കൊന്നും എഴുതാനുണ്ടാവാറില്ല. ഫസ്റ്റത്തെ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ്? അതേ സ്റ്റാർട്ട് ഓഫ് ബിസിനസ് വിത്ത് ക്യാഷ്. ജേണൽ എഴുതുക. അതേ സ്റ്റാർട്ട് ഓഫ് ബിസിനസ് വിത്ത് ക്യാഷ്. എന്താണ് ജേണൽ എഴുതുക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എത്ര കാണിക്കും? 25,000. അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര തന്നെ കാണിക്കുക? 25,000. എമൗണ്ട് എഴുതുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ തെറ്റാണ്. എമൗണ്ട് എഴുതുന്ന സമയത്ത് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ പറയുന്ന ടു എന്ന് പറയുന്നുണ്ടെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ ടു എഴുതാറില്ല. അപ്പോൾ ഫസ്റ്റ് ജേണൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, എമൗണ്ട് 25,000. അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 25,000. ഈ എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് നരേഷൻ. എന്താണ്? നമ്മൾ ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താ എഴുതി? എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദി ബിസിനസ്, അല്ലെങ്കിൽ അജയ് കമൻസ്ഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ എഴുതുക. ഒരു സ്മോൾ എക്സ്പ്ലനേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അത് എഴുതിയതിനു ശേഷം നമ്മൾ അടിയിടുക. ഈ ഒരു കോളത്തിൽ മാത്രം ഒരു ലൈൻ ഇടും. അടുത്തത് ഫസ്റ്റ് ഓഗസ്റ്റ് 1-ാം തീയതിയാണിത്. ഓഗസ്റ്റ് 2-ാം തീയതി എന്താണ് ട്രാൻസാക്ഷൻ നടന്നിട്ട്? പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ ക്യാഷിന് വാങ്ങിച്ചു. ക്യാഷിന് ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, എമൗണ്ട് 2,100. ഡെബിറ്റിന്റെ എമൗണ്ട് ഡെബിറ്റ് ട്രാൻസാക്ഷന് നേരെ, ക്രെഡിറ്റിന്റെ എമൗണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷന് നേരെ എഴുതിയിട്ടുണ്ടാവണം.
അല്ലാതെ രണ്ട് എമൗണ്ട് ഒരുമിച്ചിട്ടുള്ള എഴുതുക. രണ്ട് ട്രാൻസാക്ഷനും നേരെ ആയിരിക്കണം എമൗണ്ടുകൾ എഴുതുന്നത്. നരേഷൻ എഴുതുക. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ. ചെറിയ ഈ ഒരു കോളം മാത്രം ഒരു ലൈനിലേക്ക് വയ്ക്കുക. ഫോർത്ത് ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്. ആനന്ദ് ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കടമായി വാങ്ങിച്ചു. എന്താണ് ഗുഡ്സ് വാങ്ങിക്കുക മീൻസ് എന്താണ്? ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ജേണൽ എൻട്രിയിൽ വരുമ്പോൾ പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. അതേസമയം ആനന്ദ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ആനന്ദ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആനന്ദ് ട്രേഡേഴ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ചെയ്യാനുണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ആനന്ദ് ട്രേഡേഴ്സ്. എഴുതുന്ന സമയത്ത് ഇവിടെ അങ്ങനെ സ്പേസ് വിട്ടിട്ട് തന്നെ നിങ്ങൾ എഴുതണം. എമൗണ്ട് 2850 2850. നരേഷൻ ചെയ്ത പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 7-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് ഗുഡ്സ് വിറ്റു. ക്യാഷിന് ഗുഡ്സ് വിൽക്കുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ജനറലി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് 3500. നരേഷൻ ചെയ്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നെക്സ്റ്റ് ജനുവരി 14th 14-ാം തീയതി സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ. അല്ലെ, മനോഹറിന് ഗുഡ്സ് കടമായി കൊടുത്തു. ഇവിടെ ഗുഡ്സ് കടമായി കൊടുക്കുമ്പോൾ ബിസിനസ്സിന് എന്തുണ്ടായിരിക്കും? ബിസിനസ്സിന് ഒരു ഡെപ്റ്റേഴ്സ്, കടക്കാരൻ. അല്ലെ, ബിസിനസ്സിന് ക്യാഷ് തരാൻ ഒരാളുണ്ടായിരിക്കും. അയാളെ പറയുന്നവരാണ് മനോഹർ. ഡെപ്റ്റേഴ്സ്. ഗുഡ്സ് കടത്തിൽ നിൽക്കുമ്പോൾ ബിസിനസിന്റെ ഡെപ്റ്റർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അതേസമയം ബിസിനസിന്റെ സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യും. ജനറലി മനോഹർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് 2500. നരേഷൻ ചെയ്ത സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നരേഷൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ 17th. 17th ട്രാൻസാക്ഷൻ എന്താ? ക്യാഷ് പെയ്ഡ് ഫോർ ഓഫീസ് സ്റ്റേഷനറി. സ്റ്റേഷനറി വാങ്ങിക്കാൻ വേണ്ടി ക്യാഷ് കൊടുത്തു. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സ്റ്റേഷനറിക്ക് നമ്മൾ എന്താണ് കൊടുത്തത്? ക്യാഷ് ആണ് കൊടുത്തത്. ക്യാഷ് കൊടുത്തിട്ടാണ് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ള. അപ്പൊ ബിസിനസിന്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. ജനറലി സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. സ്റ്റേഷനറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. നരേഷൻ എഴുതുക പെയ്ഡ് ഫോർ സ്റ്റേഷനറി. 19-ാം തീയതി മനോഹർ ബിസിനസിന് ക്യാഷ് തരാനുള്ള ആളാണ്. അല്ലെ, അയാളുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജനറൽ എന്താ വരിക? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അതേസമയം മനോഹർ എന്ന് പറയുന്ന ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യും. ജനറൽ വരും ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ മനോഹർ അക്കൗണ്ട്. എമൗണ്ട് 1000. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതേസമയം മനോഹർ എന്ന് പറയുന്ന ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. 21-ാം തീയതി ഇൻട്രസ്റ്റ് റിസീവ്. ബിസിനസ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ബിസിനസിന്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. അതേസമയം ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യും. ജനറലി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. എമൗണ്ട് 150. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? റെന്റ് പെയ്ഡ്. അല്ലെ, പെയ്ഡ് റെന്റ് ₹550. ജനറലി എന്താ വരിക? റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. ജനറലി റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 550. ഡെബിറ്റും ക്രെഡിറ്റും. എമൗണ്ട് 550. നരേഷൻ എഴുതുക റെന്റ് പെയ്ഡ്. നെക്സ്റ്റ് 29-ാം തീയതി പ്രൊപ്പറൈറ്റർ വിഡ്രോ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ബിസിനസിന്റെ ഓണർ പേഴ്സണൽ യൂസിന് ക്യാപിറ്റൽ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്.
എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതേസമയം എന്താണ് പിന്നിരിക്കുന്നത്? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. വേണ്ടി ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 500. നരേഷൻ എഴുതുക. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. 30-ാം തീയതി പെയ്ഡ് സാലറി കൊടുക്കുന്ന ഓഫീസർ. സാലറി കൊടുക്കുന്നത് ഏതാണ്ട് സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതേസമയം ക്യാഷ് എന്താണെന്ന് പറയുന്ന അസറ്റ് കുറയുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ജനുവരി സാലറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 1000. നരേഷൻ എഴുതുക. പെയ്ഡ് സാലറി. ഇത്രയും എഴുതിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് തിരക്കിയ ഒന്നിച്ച് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ട താഴെ ഒന്നിച്ച് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. ജനറലി ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3 എണ്ണം ഇതാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഒരു പേജിൽ ഒറ്റയടിക്കാണ് എല്ലാം എഴുതേണ്ടത്.